എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് 8ാം ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് യൂണിറ്റ് ആണ് നോക്കാനുള്ളത്. സെക്കൻഡ് യൂണിറ്റിനകത്ത് നിങ്ങൾക്ക് 4 വർക്ക് പഠിക്കാനുണ്ട്, 2 പ്രോസും 2 പോയവും. നിങ്ങളുടെ സെക്കൻഡ് യൂണിറ്റിൻ്റെ പേരെന്ന് പറഞ്ഞാൽ വിങ്സ് ആൻഡ് വീൽസ് എന്നുള്ളതാണ്. അതിലെ 2 പ്രോസിൽ ആദ്യത്തെ പ്രോസാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. ഏതാണ് നിങ്ങളുടെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഷിപ്പ്റെക്ഡ് സെയിലർ എന്നുള്ളതാണ്. ഷിപ്പ്റെക്ഡ് സെയിലർ എഴുതിയിരിക്കുന്നത് ഗബ്രിയേൽ ഗാർഷിയ മാർക്വസ്. ഓക്കെ, കേട്ടിട്ടില്ലേ ആ പേര്? അത് നിങ്ങൾ വായിച്ചു നോക്കണം. വായിച്ചു നോക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടല്ലേ. ഇൻട്രൊഡക്ഷനായിട്ട് നിങ്ങൾക്ക് എന്താ തന്നിരിക്കുന്നത്? ഹാവ് യു ഹേർഡ് ഓഫ് റോബിൻസൺ ക്രൂസോ? നിങ്ങൾ റോബിൻസൺ ക്രൂസോയെ പറ്റി കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഡാനിയൽ ഡീഫോയുടെ നോവലിലെ കഥാപാത്രമാണ് റോബിൻസൺ ക്രൂസോ. നോവലിൻ്റെ പേരെന്താണ്? ദ ലൈഫ് ആൻഡ് അഡ്വഞ്ചേഴ്സ് ഓഫ് റോബിൻസൺ ക്രൂസോ. അതിലെ ക്യാരക്ടറാണ് ആര്? റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്നത്. അത് പബ്ലിഷ് ചെയ്തത് എന്നാണ്? ഇൻ ദ ഇയർ 1919. Now read the following extract from റോബിൻസൺ ക്രൂസോസ് ഡയറി. അപ്പോൾ റോബിൻസൺ ക്രൂസോയുടെ ഡയറിയിൽ നിന്നെടുത്ത കുറച്ച് ഭാഗം ഇവിടെ തന്നിട്ടുണ്ട്. അത് ആദ്യം വായിക്കുക. September 30, 1659. I, poor miserable Robinson Crusoe, being shipwrecked during a dreadful storm, came ashore on this dismal unfortunate island, which I called the island of despair, all the rest of the ship's company being drowned and myself almost dead. എന്തെങ്കിലും മനസ്സിലായോ? ഒരു കാര്യം പിടികിട്ടി, ഷിപ്പ് റെക്ക് ചെയ്ത കാര്യം പിടികിട്ടി, ഐലൻഡിൽ എത്തിപ്പെട്ട കാര്യവും പിടികിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. മിസറബിൾ റോബിൻസൺ ക്രൂസോ. ഞാൻ ആരാണ്? ദുഃഖിതനായ റോബിൻസൺ ക്രൂസോയാണ്. ബീയിങ് ഷിപ്പ് റെക്ഡ് ഡ്യൂറിങ് എ ഡ്രെഡ്ഫുൾ സ്റ്റോം. അതിഭയങ്കരമായ ഒരു കാറ്റിൽപ്പെട്ട് എന്താണ്? ഷിപ്പ്, അവരുടെ കപ്പൽ റക്ക് ചെയ്തു എന്ന് വെച്ചാൽ എന്താ? തകർന്നു പോയി. കെയിം അഷോർ. എങ്ങോട്ടെത്തിയവർ? അയാളുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. എങ്ങോട്ടെത്തിയവർ? അഷോർ, തീരത്തേക്ക് എത്തി. ഓൺ ദിസ് ഡിസ്മൽ അൺഫോർച്ചുനേറ്റ് ഐലൻഡ്. എന്താ? ആരുമില്ലാത്ത, ശോകമായിട്ട് തോന്നുന്ന, ഏകാന്തമായിട്ട് തോന്നുന്ന, അൺഫോർച്ചുനേറ്റ്, നിർഭാഗ്യം കൊണ്ടുവന്നിട്ടുള്ള ഈ ഐലൻഡിൽ എത്തി. വിച്ച് ഐ കോൾഡ് ദ ഐലൻഡ് ഓഫ് ഡെസ്പയർ. ഈ ഐലൻഡിനെ ഞാൻ എന്ത് പേരിട്ട് വിളിക്കുന്നു? ഐലൻഡ് ഓഫ് ഡെസ്പയർ, നിരാശയുടെ ഐലൻഡ് എന്ന് വിളിക്കുന്നു. കാര്യം എന്താ? അവിടെ അദ്ദേഹം ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എന്താ? ഭാഗ്യത്താൽ അയാൾ ജീവൻ രക്ഷപ്പെട്ട് അവിടെ എത്തി എന്നുള്ളത് ശരിയാ. പക്ഷെ ഇനി ജീവിച്ചിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഉറപ്പുണ്ടോ? എന്താ? ഒരു ഐലൻഡിൽ എത്തിപ്പെട്ടു, ഭക്ഷണത്തിനുള്ള ഒന്നും കയ്യിലില്ല, കൂടെ ആരുമില്ല, ഒരു സഹായവുമില്ല, ഭക്ഷണമില്ല, വെള്ളമില്ല, യാതൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് ഒരു ഭാഗ്യമുള്ള ഐലൻഡ് എന്ന് ഇപ്പോൾ നമ്മൾ വിളിക്കാൻ പറ്റില്ല. എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടേ? ഐലൻഡ് ഓഫ് ഡെസ്പയർ. ഓൾ ദ റെസ്റ്റ് ഓഫ് ദി ഷിപ്സ് കമ്പനി ബീയിങ് ഡ്രൗണ്ട്. ബാക്കി എല്ലാം എന്താണ്? ഷിപ്പ് റെക്കിൽ എല്ലാം ഡ്രൗണായി, മുങ്ങിപ്പോയി. ആൻഡ് മൈസെൽഫ് ഓൾമോസ്റ്റ് ഡെഡ്. എൻ്റെ കാര്യം എങ്ങനെയാ? ഏകദേശം മരിച്ചതുപോലെ തന്നെയാണ്, അത്രയും ക്ഷീണിതനാണ്. ദ റെസ്റ്റ് ഓഫ് ദ ഡേ ഐ സ്പെൻഡ് പോണ്ടറിങ് ദ ഡിസ്മൽ സർക്കംസ്റ്റാൻസസ് ഐ വാസ് ബ്രോട്ട് ടു. അപ്പോൾ എന്താ? ഞാൻ എന്ത് ചെയ്യാണ്? ആ ഒരു അന്തരീക്ഷത്തിൽ തന്നെ ഇരുന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത്? ഐ ഹാഡ് നൈദർ ഫുഡ്. എനിക്ക് എന്തില്ല? ഫുഡില്ല, ഹൗസ് ഇല്ല, ക്ലോത്ത്സ് ഓർ വെപ്പൺ. ഇൻ ഡിസ്പയർ ഐ സോ നത്തിങ് ബട്ട് ഡെത്ത് ബിഫോർ മീ. എന്താ? നിരാശപ്പെട്ട് ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ മുന്നിൽ എന്ത് മാത്രമാണ് കണ്ടത്? മരണം മാത്രമാണ് കണ്ടത്. ഐദർ ദാറ്റ് ഐ ഷുഡ് ബി ഡിവോർഡ് ബൈ വൈൽഡ് ബീസ്റ്റ്. ഒന്നുകിൽ വൈൽഡ് ബീസ്റ്റ്, എന്താണ്? മൃഗങ്ങൾ വന്ന് എന്നെ ആക്രമിച്ച ആർത്തിയോടെ ഭക്ഷിക്കും. ഇല്ലെങ്കിൽ മർഡേർഡ് ബൈ സാവേജസ്. ഐലൻഡിലൊക്കെ താമസിക്കുന്ന സാവേജസ് ഇല്ലേ? അൺകൾച്ചേർഡ് ആയിട്ടുള്ള, എന്താണ്? കൾച്ചറൊന്നും ഇല്ലാത്ത, മനുഷ്യരെയൊക്കെ പിടിച്ച് തിന്നുന്ന കാട്ടുജാതിക്കാരെന്ന് പറയത്തില്ലേ നമ്മൾ? കാട്ടുജാതിക്കാരെന്നൊക്കെ പറയില്ലേ? അങ്ങനത്തെ ആളുകൾ വന്ന് തന്നെ കഴിക്കും. ഓ സ്റ്റാർവ്ഡ്. ഇല്ലെങ്കിൽ എന്താ? ഞാൻ വിശന്ന് പട്ടിണി കൊണ്ട് എന്ത് ചെയ്യും? സ്റ്റാർവ് ടു ഡെത്ത് ഫോർ വോണ്ട് ഓഫ് ഫുഡ്. ഭക്ഷണത്തിന് കാത്തിരുന്നിട്ട് എനിക്ക് വല്ല രക്ഷയുണ്ടോ? ഇല്ല. അപ്പോൾ വിശന്ന് ഭക്ഷണം കിട്ടാതെ ഞാൻ മരിക്കും. അറ്റ് അപ്രോച്ച് ഓഫ് നൈറ്റ് ഐ സ്ലെപ്റ്റ് ഇൻ എ ട്രീ. രാത്രി ആയപ്പോഴത്തേക്കും, രാത്രി വരുന്ന സമയമായപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഒരു മരത്തിൽ കയറി. ഫോർ ഫിയർ ഓഫ് വൈൽഡ് ക്രീച്ചേഴ്സ്. കാടാണ്, അപ്പോൾ എന്താ? വൈൽഡ് ക്രീച്ചേഴ്സ് അവിടെ ഉണ്ടാകും എന്നുള്ള പേടി ഉണ്ടായിരുന്നു. ബട്ട് സ്ലെപ്റ്റ് സൗണ്ട്ലി. സൗണ്ട്ലി എന്ന് വെച്ചാൽ എന്താ? ബഹളം വെച്ചുകൊണ്ട് ഉറങ്ങിയെന്നല്ല, ഡീപ്പായിട്ടുള്ള സ്ലീപ്പ് കേട്ടോ. നന്നായിട്ട് ഉറങ്ങി. ദോ ഇറ്റ് റെയിൻഡ് ഓൾ നൈറ്റ്. രാത്രി മുഴുവൻ മഴയായിരുന്നു, എങ്കിൽ കൂടി ഞാൻ നന്നായിട്ട് ഉറങ്ങി. ഓക്കെ, അടുത്തത് എന്താണ്? ഇതിന് ശേഷം ഒരാളുടെ അനുഭവമാണ്. റോബിൻസൺ ക്രൂസോയുടെ ഡയറിയാണ് നിങ്ങൾ ഇപ്പം വായിച്ച ഭാഗം. ഇനി എന്താണ്? വാട്ട് ഹാപ്പൻ ടു റോബിൻസൺ ക്രൂസോ? ഡയറി തന്നെ ആൻസർ ഇല്ലേ? എന്താ റോബിൻസൺ ക്രൂസോയ്ക്ക് സംഭവിച്ചത്? ഷിപ്പ് റെക്ക് നടന്നു, അതുകൊണ്ട് എന്താണ്? ഒരു ലോൺലി ഐലൻഡിലേക്ക് എത്തിപ്പെട്ടു. അടുത്ത എന്താണ്? വൈ ഡസ് ഹീ കോൾ
ദ ഐലൻഡ് ഓഫ് ഡെസ്പയർ. എന്താണ് നിരാശാജനകമായ ഒരു ഐലൻഡ് എന്ന് വിളിച്ചു. എന്തുകൊണ്ടാണ്? ഏകാന്തതയാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെന്താണ്? അവിടെ അദ്ദേഹത്തിന് ഭാഗ്യമായ ഒന്നും അദ്ദേഹം അവിടെ പ്രതീക്ഷിക്കുന്നില്ല അല്ലേ? ഭക്ഷണമില്ല, സഹയാത്രികരാരുമില്ല, ഒറ്റപ്പെട്ടുള്ള ഒരു ലൈഫ് അവിടെ എത്തിയപ്പോൾ. ജീവിക്കുമോ എന്ന് പോലും ഉറപ്പില്ല. അപ്പോൾ അതാണ് ഡെസ്പയർ, എന്താണ് ദ ഐലൻഡ് ഓഫ് ഡെസ്പയർ എന്ന് അദ്ദേഹം വിളിച്ചത്. അടുത്തെന്താണ്? വാട്ട് do you think might be the feelings of a man who is alone in a desert island? എന്തായിരിക്കും ഒറ്റപ്പെട്ട് ഇതുപോലെ ഒരു ഐലൻഡിൽ എത്തിച്ചേരുമ്പോൾ ഒരാളുടെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും? ഒരുപാട് കാര്യങ്ങളില്ലേ. നിങ്ങൾ ഗളിവേഴ്സ് ട്രാവൽസ് ഒക്കെ വായിച്ചിട്ടുണ്ടോ? ഗളിവേഴ്സ് ട്രാവൽസ് വായിക്കണം. എഴുതിയതാരാണ്? ജൊനാഥൻ സ്വിഫ്റ്റ് ആണല്ലേ. അതിനകത്ത് ഇതുപോലെ കുറേ അഡ്വഞ്ചേഴ്സിനെ പറ്റി നമുക്ക് വായിക്കാം. മലയാളത്തിലും അത് വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ട്രാൻസ്ലേഷൻ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ലില്ലിപുട്ടും ഒക്കെ ഒരുപാട് അഡ്വഞ്ചേഴ്സ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ അതും കൂടി വായിച്ച് നോക്കുക. ഇനി ഇവിടെ എന്താണ്? ഒരാൾ നമ്മൾ വീട്ടിൽ തന്നെ ഇപ്പോൾ ഒരുപാട് പേര് ക്വാറന്റൈനിലാണല്ലേ. അപ്പോൾ ക്വാറന്റൈനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന മെയിനായിട്ടുള്ള പ്രോബ്ലം എന്താണ്? അവർക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദം അല്ലേ. ഒരുപാട് പേര് സൂയിസൈഡിൻ്റെ ടെൻഡൻസി കാണിക്കുന്നു. എന്തുകൊണ്ടാണ്? ഒറ്റപ്പെട്ടുള്ള ആ ഒരു ഇത്രയും നാളും മനുഷ്യരുമായി ഇടപഴകി സ്വാതന്ത്ര്യമായിട്ട് ജീവിച്ചിരുത്തെടുത്ത് അതേ അറ്റ്മോസ്ഫിയറിൽ നിന്നും വ്യത്യസ്തമായി ആരെയും കാണാതെ പ്രത്യേകമായിട്ടൊരു ജീവിതം, അത് വരുമ്പോൾ ഒരുപാട് പേർക്കും ഒറ്റപ്പെടൽ തോന്നും അല്ലേ. 10-14 ദിവസം ഒറ്റയ്ക്കൊരിടത്തിരിക്കുക എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ഫീലിംഗ് ആണല്ലേ. അപ്പോൾ അതുകൊണ്ട് മാനസികമായിട്ട് തകർന്നിട്ടാണ് ഒരുപാട് പേരും സൂയിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കേസുകളിൽ തന്നെ നമുക്കറിയാം അല്ലേ. അതിൽ റിസൾട്ട് നെഗറ്റീവായ ഒരുപാട് പേരുണ്ടായിരിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്? അവർക്ക് അന്നേരം ഉണ്ടാകുന്ന മനസ്സിൻ്റെ ആ ഒരു വിഭ്രാന്തി, ടെൻഷൻ. അപ്പം അതുപോലെ ഇവിടെ ലോൺലി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഒറ്റപ്പെടുന്ന ഒരാൾ അവിടെ എത്തിച്ചേരുമ്പോൾ അയാളുടെ അവസ്ഥ എന്തായിരിക്കും? മെൻ്റലി അയാൾക്ക് ഡിപ്രഷൻ ഉണ്ടാകാം, ടെൻഷൻ ഉണ്ടാകാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം. അത് നിങ്ങൾ എഴുതുക. അടുത്ത എന്താണ്? ഇമാജിൻ ദാറ്റ് യു ആർ ഗോയിങ് ടു ലിവ് അലോൺ ഇൻ എ ഡെസേർട്ടഡ് ഐലൻഡ്. നിങ്ങൾ ഒരു ഒറ്റപ്പെട്ട ഒരു ഐലൻഡിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവുക? താമസിക്കാൻ പോവുക. യു ആർ ഗോയിങ് ടു ബി ദെയർ ഫോർ എ വീക്ക്. ഒരാഴ്ച അവിടെ താമസിക്കണം. നമ്മൾ ടി വിയിൽ ഒരു പരിപാടി കണ്ടിട്ടുണ്ട്. എന്താണ്? ബിഗ് ബോസ് കണ്ടിട്ടുണ്ട് അല്ലേ? ബിഗ് ബോസ് എല്ലാവരും കണ്ടിട്ടില്ലേ? ബിഗ് ബോസിനകത്ത് ഒരു വീട്ടിനകത്ത് മൊബൈലോ ടി വിയോ പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഒറ്റയ്ക്കല്ല, ഒരുപാട് പേരുണ്ടായിട്ടും അവിടെ ആൾക്കാർക്ക് ഭയങ്കര വിഷമമാണ് അല്ലേ. പറ്റുന്നില്ല. എന്താ കാര്യം? ഈ ഫെസിലിറ്റീസുമായിട്ട് നമ്മളങ്ങ് യോജിച്ച് ഇണങ്ങി അങ്ങ് ജീവിച്ചു പോയി. പെട്ടെന്ന് അവിടെ നിന്ന് നമ്മളെ പറിച്ചെടുത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കും അല്ലേ. അപ്പം അതുപോലത്തെ നിങ്ങളത് പറയാണ്, നിങ്ങൾ ഒരാഴ്ച പോയിട്ട് താമസിക്കുക. യു ക്യാൻ ആസ്ക് ഫോർ ഓൺലി 5 things ടു ലിവ് ദെയർ. 5 കാര്യം നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്തൊക്കെയായിരിക്കും? ആദ്യം പറയാം മൊബൈല്, പിന്നെ പറയുന്നത് ചാർജർ, പിന്നെ അതിന് ശേഷമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇനി വേറെ എന്ത് കാര്യം ഇല്ലേ, ഇൻ്റർനെറ്റ് കണക്ഷനുള്ള എല്ലാ സൗകര്യവും. പിന്നെ എന്ത് വേണം എന്നുള്ളത് ആലോചിക്കുക. വാട്ട് വുഡ് ദേ ബി ആൻഡ് വൈ വുഡ് യു ആസ്ക് ദം? എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളത് ചോദിക്കുന്നത്? സെറ്റ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഡിസ്കസ് വൈ യു നീഡ് ഈച്ച് ഓഫ് ദം. എന്തുകൊണ്ടാണ് അത് വേണ്ടുന്നതെന്ന് സ്കൂളിലാണെങ്കിൽ കൂട്ടുകാരുമായിട്ട് ഗ്രൂപ്പിൽ ആലോചിച്ച് എഴുതുക. ഒരിക്കലും നിങ്ങൾ മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും ഒന്നും ആയിരിക്കില്ല പറയുന്നത്. ബുക്കിനകത്ത് ആൻസർ എഴുതുമ്പോൾ നമ്മളെല്ലാവരും നല്ല കുട്ടികളാണല്ലേ. ഒരുപാട് പേരും ബുക്ക് പറയും, പിന്നെന്ത് പറയും, എഴുതാനായിട്ട് ബുക്ക് പറയും, പേന പറയും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരിക്കും നിങ്ങളൊക്കെ പറയുന്നത് അല്ലേ. അപ്പം എന്താണെന്ന് ആലോചിക്കുക, എഴുതുക. നമുക്കിനി ഷിപ്പ്വ്രെക്ക്ഡ് സെയിലർ എന്നുള്ള നിങ്ങളുടെ പോർഷനിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് പറയാനുള്ളത്, ഒരുപാട് പ്രാവശ്യം പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് പ്ലേലിസ്റ്റ്. നിങ്ങളുടെ വീഡിയോസ് പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങൾ ഒരിക്കലും ആ ചാപ്റ്റർ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കരുത്. 4ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള ക്ലാസ്സുകൾ, നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഗ്രാമർ വീഡിയോസ് പ്രത്യേകം പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ഗ്രാമർ വീഡിയോയിൽ ഏകദേശം 17 വീഡിയോസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അത് നിങ്ങൾ കയറി നോക്കുക. ആ ഗ്രാമർ വീഡിയോസിനൊരു കുഴപ്പമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ക്ലാരിറ്റി കുറവായിരിക്കും. കാര്യം നമ്മൾ നേരത്തെ ഒരു ഫെസിലിറ്റിയും ഇല്ലാതിരുന്ന സമയത്ത് ചെയ്ത വീഡിയോസാണ്. ഫുൾ ഫർണിച്ചർ ആയിരുന്നു, അതിൻ്റെ നടുക്ക് നിന്ന് ചെയ്തതാണ്. വെട്ടമൊക്കെ കുറവാണ്. പക്ഷേ മാറ്റർ ഒരുവിധം നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് വിശ്വാസം. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ താഴെ തന്നെ ഇടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ആൻസേഴ്സ് നിങ്ങൾക്ക് തരുന്നതിനോടൊപ്പം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ആൻസർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സൈഡിൽ ഈ കാണുന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, ആരോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് നോക്കുമ്പോൾ അവിടെ ക്വസ്റ്റ്യനും ആൻസേഴ്സും പ്രത്യേകം നമ്മൾ ഇട്ടിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ കയറി നോക്കുക. നമുക്കിനി ചാപ്റ്ററിലേക്ക് കിടക്കാം.
നേരത്തെ നമ്മൾ വായിച്ചില്ലേ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സും ഈ ചാപ്റ്ററിൻ്റെ ആൻസേഴ്സും കൂടി നമ്മൾ ഒരുമിച്ചായിരിക്കും തരുന്നത് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് എഴുതാനായിട്ട് കൂടി ശ്രമിച്ചു നോക്കാം. ഷിപ്പ്റെക്ഡ് സെയിലർ എന്താണ്? അപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി, ഒരു ഷിപ്പ്, കപ്പൽ റെക്ക് ചെയ്തിട്ടുണ്ട്, തകർന്നിട്ടുണ്ട്. പിന്നെ ആരുടെ കാര്യമാണ്? സെയിലർ, നാവികൻ. ഇത്രയുമായിരിക്കും നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. The story of a shipwrecked sailor tells the saga of Luis Alejandro Velasco, a 20-year-old sailor who was washed overboard during a storm in the middle of the Caribbean Sea on February 28, 1955. Clinging to a life raft without food and water, he survived 10 days on the open sea. What happened to Velasco and his shipmates? Read the following extract from the novella and find out what happened to them. എന്ത് മനസ്സിലായി? എന്താണ്? ഒരു ഷിപ്പ് എവിടെ വെച്ച്? കറീബിയൻ സീയിൽ വെച്ച് തകരുന്നു. ഏത് വർഷം? 1955 ഫെബ്രുവരി 28. 20 വയസ്സുള്ള ഒരു മെയിൻ ക്യാരക്ടറിൻ്റെ പേര് നമുക്കിവിടെ തന്നിട്ടുണ്ട്. സെയിലറാണ് അദ്ദേഹവും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെയും കാര്യമാണ് നമുക്കിതിനകത്ത് പഠിക്കാനുള്ളത്. 10 ദിവസം അദ്ദേഹം എന്ത് ചെയ്തു? പിന്നെ ഫുഡോ വാട്ടറോ ഇല്ലാതെ സർവൈവ് ചെയ്തു. അതുപോലെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഷിപ്പ്മേറ്റ്സിന് എന്ത് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് നോക്കാനുള്ളത്. നമുക്കതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. My first impression was that I was utterly alone in the middle of the ocean. The ship plunged into an abyss and disappeared. I had no idea what was happening. I took hold of one of the bobbing crates and stupidly began to contemplate the sea. It was a perfectly clear day. Except for the choppy waves produced by the wind and the cargo scattered across the surface, there was no evidence of a shipwreck. എന്താണ്? My first impression was that I was utterly alone in the middle of the ocean. എൻ്റെ ആദ്യത്തെ ധാരണ, ഫസ്റ്റ് ധാരണ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് ആ കടലിൻ്റെ നടുക്ക് അകപ്പെട്ടു പോയി, സമുദ്രത്തിൻ്റെ നടുക്ക് അകപ്പെട്ടു പോയി എന്നായിരുന്നു ഞാൻ ആദ്യം കരുതിയത്. The ship plunged into an abyss and disappeared. ഷിപ്പ് ഇങ്ങോട്ട് മുങ്ങിപ്പോയിട്ട് പിന്നെ കാണാതായി. I had no idea what was happening. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. I took hold of one of the bobbing crates and stupidly began to contemplate the sea. അപ്പം ഞാൻ എന്ത് ചെയ്തു? I took hold of, എനിക്ക് എന്തിൽ പിടികിട്ടി? ഒരു വലിയ മരപ്പെട്ടി, പൊങ്ങിന്താന്ന് കിടന്ന ഒരു വലിയ മരപ്പെട്ടിയിൽ എനിക്ക് പിടികിട്ടി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? കണ്ടംപ്ലേറ്റ് ചെയ്യാൻ തുടങ്ങി, കുറ്റപ്പെടുത്താൻ തുടങ്ങി. എന്തിനെ? കടലിനെ. It was a perfectly clear day. ഒരു നല്ല തെളിഞ്ഞ ദിവസമായിരുന്നു അത്. Except for the choppy waves produced by the wind. കാറ്റ് കൊണ്ടുവരുന്ന കുറച്ച് എന്താണ് ക്ഷോഭിതമായ രീതിയിലുള്ള എന്താണ് തിരമാലകളുണ്ട് എന്നുള്ളതല്ലാതെ. ആൻഡ് കാർഗോ സ്കാറ്റേർഡ് അക്രോസ് ദി സർഫസ്. പിന്നെ ചരക്കുകളില്ലേ, അതെന്താണ് പലയിടത്തും ചിതറിക്കിടപ്പുണ്ട്. അക്രോസ് ദി സർഫസ് ദർ വാസ് നോ എവിഡൻസ് ഓഫ് എ ഷിപ്പ്റക്ക്. ഇതല്ലാതെ എന്താ ഒരു തരത്തിലും ഷിപ്പ്റക്ക് നടന്നു എന്നുള്ള ഒരു സൂചനയും അവിടെ, ഒരു സൈനും അവിടെ ഉണ്ടായിരുന്നില്ല. Soon I began to hear shouts nearby. കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ എന്താ ഞാൻ ആരുടെ വിളി കേൾക്കാൻ തുടങ്ങി? എൻ്റെ അടുത്തുനിന്ന് ഒരുപാട് വിളികൾ കേൾക്കാനായിട്ട് തുടങ്ങി. ത്രൂ ദി ഷാർപ്പ് വിസ്ലിംഗ് ഓഫ് ദ വിൻഡ്. എന്താണ്? കാറ്റിൻ്റെ ചൂളമടിക്കിടയിലൂടെ. I recognized the voice of Julio Amador. എന്താണ്? I recognized the voice of Julio Amado Caraballo, the tall, well-built officer who was yelling at someone, "Faster, hold there." എന്താണ്? ഞാൻ ആ കാറ്റിൻ്റെ ആ സൗണ്ടിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ആരുടെ വോയിസ് തിരിച്ചറിഞ്ഞു? ദ വോയിസ് ഓഫ് ജൂലിയോ അമാഡർ കരാബലോ. അദ്ദേഹം ആരാണെന്ന് ഇനി പറയുന്നു. ദി ടോൾ വെൽ ബിൽറ്റ് ഓഫീസർ. എന്താണ്? നല്ല നീളമുള്ള, നല്ല ശരീരമുള്ള ഓഫീസറാണ്. ഹൂ വാസ് യെല്ലിങ് അറ്റ് സംവൺ. ആരെ എടുത്തോ ഉറക്കെ പറയാണ്. എന്താ പറയുന്നത്? ഫാറ്റ്സോ ഹോൾഡ് ദെയർ. ഫാറ്റ്സോ എന്ന് തടിയ എന്ത് ചെയ്യുക? അവിടെ പിടിക്കുക എന്ന് പറയുന്നു. അടുത്ത പാരഗ്രാഫ്. It was as if in that instant I had awakened from a moment's deep sleep. It dawned on me that I was not alone in the sea. There, only a few meters away, my mates were shouting to one another and trying to stay afloat. Quickly, I began to think I couldn't swim in just any direction. I knew we were about 50 miles from Cartagena, but I was not yet frightened.
It was as if in that instant I had awakened from a moment's deep sleep. എന്താണ്, ഒരു നിമിഷ നേരത്തെ ഗാഠനിദ്രയ്ക്ക് ശേഷം ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് ഉണർന്നതുപോലെ ഇരുന്നു. It dawned on me that I was not alone in the sea. അവിടെ എന്നെ എന്ത് ഓർമ്മിപ്പിച്ചു, ഞാൻ അവിടെ ബോധ്യപ്പെടുത്തിയത് എന്താണ്, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ മറ്റുള്ളവരെയും ഞാൻ അവിടെ കണ്ടില്ലേ, അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല എന്നെ ബോധ്യപ്പെടുത്തി. They are only a few meters away. വളരെ കുറച്ച് മീറ്റേഴ്സ് away. ആരുണ്ടായിരുന്നു? My mates were shouting to one another. Mates എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പരസ്പരം one another എന്ത് ചെയ്യുന്നു, പരസ്പരം വിളിച്ച് ഷൗട്ട് ചെയ്യുന്നു. And trying to stay afloat. എന്താ, എല്ലാവരും പൊങ്ങിക്കിടക്കാനായിട്ട് ശ്രമിക്കുന്നു. Quickly I began to think. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആലോചിക്കാൻ തുടങ്ങി. I couldn't swim with just any direction. എനിക്ക് എന്താ, ഒരു ഡിറക്ഷനിലും സ്വിം ചെയ്യാനായിട്ട് പറ്റുന്നില്ല, നീന്താനായിട്ട് പറ്റുന്നില്ല. I knew we were about 50 miles from Cartagena. എന്താണ്, കാർട്ടാജീനയിൽ നിന്നും ഞങ്ങൾ എത്ര ദൂരെയാണ്, 50 miles ദൂരെയാണ്. I knew we were about 50 miles from Cartagena. കാർട്ടാജനയിൽ നിന്ന് ഞങ്ങൾ എത്ര ദൂരെയാണ്, ഏകദേശം 50 മൈൽ അകലെയായിരുന്നു. But I was not yet frightened. പക്ഷേ എനിക്കെപ്പോഴും എന്തുണ്ടായിരുന്നില്ല, പേടി ഉണ്ടായിരുന്നില്ല. For a moment I thought I could hold on to the crate indefinitely until help arrived. എന്താണ്, സഹായം കിട്ടുന്നിടം വരെ ഞാൻ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, ആ മരപ്പെട്ടിയിൽ തന്നെ, മരപ്പട്ടിയല്ല മരപ്പെട്ടി, ആ പെട്ടിയിൽ തന്നെ പിടിച്ചിരിക്കാനായിട്ട് ഞാൻ വിചാരിച്ചു. It was reassuring to know that all around me other sailors were in the same predicament. അപ്പം എന്താണ്, എനിക്ക് മനസ്സിലായി, റീഅഷ്വറിങ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ ചുറ്റുമുള്ള സഹയാത്രികളെല്ലാം തന്നെ ഇതേ വിഷമസ്ഥിതിയിൽ ആയിരുന്നു. That was when I saw the raft. അപ്പോഴാണ് ഞാൻ എന്ത് കണ്ടത്, റാഫ്റ്റ് കണ്ടത്. എന്താണ് റാഫ്റ്റ്? ചങ്ങാടം കണ്ടത്. അടുത്തത് തേർഡ് പാരഗ്രാഫ്. There were 2 life rafts about 7 meters apart. They appeared unexpectedly on the crest of a wave near where my mates were calling out. It seemed odd that none of them could reach the life rafts. അത്രയും നമുക്കിപ്പോൾ നോക്കാം. There were 2 life rafts about 7 meters apart. എന്താണ്, ഏതാണ്ട് 7 മീറ്റർ ദൂരത്തോട് എന്തുണ്ടായിരുന്നു, 2 ചങ്ങാടങ്ങൾ, ഏതാണ്ട് 7 മീറ്റർ ദൂരത്തിൽ 2 ചങ്ങാടങ്ങൾ ഉണ്ടായിരുന്നു. They appeared unexpectedly on the crest of a wave. എന്താണ്, അത് വളരെ അപ്രതീക്ഷിതമായിട്ട്, ഇത് വേവിൻ്റെ ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഉന്നത ഭാവം അല്ലേ, അതിൻ്റെ ആ ഏറ്റവും പൊങ്ങി വരുന്ന ആ ഭാഗത്താണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് അത് പ്രത്യക്ഷപ്പെട്ടത്, തിരമാലയോടൊപ്പം കൊണ്ടുവന്നത്, അല്ലാതെ എന്താണ്, അൺഎക്സ്പെക്റ്റഡ്ലി ആണ്, പ്രതീക്ഷിക്കാതെ വന്നതാണ്. They appeared unexpectedly on the crest of a wave near where my mates were calling out. എന്താണ്, അവർ എൻ്റെ കൂടെ ഉള്ളവരെന്താ അവിടെ കിടന്ന് വിളിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. It seemed odd that none of them could reach the life rafts. എന്താണ്, ഓടായിട്ട് വളരെ അസാധാരണമായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്, എൻ്റെ കൂടെയുള്ള ആർക്കും എന്ത് ചെയ്യാൻ പറ്റിയില്ല, അവിടേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റിയില്ല. ഒരുപാട് ദൂരെയാണോ അത്? അല്ല, എന്നിട്ടും എത്തിപ്പെടാൻ പറ്റിയില്ല. In an instant, one of the rafts disappeared from view. എന്താണ്, വളരെ പെട്ടെന്ന് തന്നെ ഒരെണ്ണം അവിടെ നിന്നും അപ്രത്യക്ഷമായി, കാണാനില്ലാതായി. I couldn't decide. I found myself swimming towards the one I could see. അപ്പം എന്താണ്, ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, എനിക്ക് കാണാൻ പറ്റുന്ന ഒരെണ്ണത്തിലേക്ക് എനിക്ക് നീന്താനായിട്ട് തുടങ്ങി. Which was moving farther away from me. അപ്പം എന്നിൽ നിന്നും കുറേ ദൂരെയാണ് അത് ഒഴുകിക്കൊണ്ട് ഇരിക്കുന്നത്. I swam up for about 3 minutes. ഏകദേശം 3 മിനിറ്റ് ഞാൻ നീന്തി. I lost sight of the raft momentarily. എന്താണ്, എനിക്ക് കുറച്ച് നേരത്തേക്ക് ആ റാഫ്റ്റിൻ്റെ, ചങ്ങാടത്തിൻ്റെ കാഴ്ച എനിക്ക് നഷ്ടമായി. But I was careful not to lose my bearings. അപ്പോൾ എൻ്റെ ശ്രദ്ധയൊന്നും തെറ്റാതെ ഞാൻ എന്ത് ചെയ്തു, തെറ്റാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു. Suddenly a rough wave pushed the rafts alongside me. It was huge, white and empty. I struggled to grab the rigging and jump aboard. I made it on the 3rd try. Once on the raft, panting, whipped by the wind, immobilized and freezing, I found it hard to sit up. Then I saw 3 of my mates near the raft,
trying to reach it. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ഒരു ഭയങ്കരമായ തിരമാല ചങ്ങാടങ്ങളെ എന്ത് ചെയ്യാൻ തുടങ്ങി? എൻ്റെ അരികിലത്തേക്ക് തള്ളി നിൽക്കാതെ, എൻ്റെ അടുത്തുനിന്ന് ദൂരേക്കല്ല, എൻ്റെ അരികിലേക്ക് കൊണ്ടുവന്നു. ഇറ്റ് വാസ് ഹ്യൂജ് വൈറ്റ് ആൻഡ് എംപ്റ്റി. അപ്പം എങ്ങനെയാണത്? വളരെ വെളുത്ത ശൂന്യമായ ഒരു തിരമാലയായിരുന്നു അത്. വലിയ വെളുത്ത ശൂന്യമായ ഒരു തിരമാലയായിരുന്നു അത്. ഐ സ്ട്രഗിൾ ടു ഗ്രാബ് ദ റിഗിങ് ആൻഡ് ജംപ് അബോർഡ്. ഞാൻ എന്ത് ചെയ്യാൻ ശ്രമിച്ചു? പായ്മരമില്ലേ, പായ്മരത്തിൽ പിടിക്കാനായിട്ട് ഞാൻ അവിടെ ഇരുന്നു ശ്രമിച്ചു. എന്നിട്ട് എങ്ങോട്ട് ചാടി? അതിലേക്ക്, ഏതിലേക്ക്? റാഫ്റ്റിലേക്ക് ചാടി. പായ്മരത്തിൽ പിടിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എങ്ങോട്ട് ചാടി? ആ റാഫ്റ്റിലേക്ക് ചാടി. I made it on the third try. എന്താ? മൂന്നാമത്തെ ശ്രമത്തിലാണ് ഞാൻ അത് സാധിച്ചത്. Once on the raft, panting, whipped by the wind, immobilized and freezing, I found it hard to sit up. പാൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അണയ്ക്കുക. നമ്മളെന്താ അണയ്ക്കത്തില്ലേ? അപ്പം അണപ്പുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഭയങ്കരമായ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഇതോടുകൂടി എന്ത് ചെയ്യാൻ പറ്റി? നേരെ ഇരിക്കാൻ പോലും അയാൾക്ക് എന്താണ് ബാലൻസ് ചെയ്ത് ഇരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. Once on the raft, panting, whipped by the wind, immobilized and freezing, I found it hard to sit up. എന്താണ്? അണപ്പും ശക്തമായ കാറ്റടിയും മരവിപ്പും ശൈത്യവും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല? നേരെ ഇരിക്കാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടായി. I found it hard to sit up. എന്താ? എനിക്ക് ഇരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. I saw 3 of my mates near the raft trying to reach it. അപ്പോൾ എന്ത് കണ്ടു? എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3 പേര് ആ റാഫ്റ്റ് പിടിക്കാനായിട്ട്, റാഫ്റ്റിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്നത് ഞാൻ കണ്ടു. അടുത്തത് 4th പാരഗ്രാഫ്. I recognized them immediately. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അവരെ തിരിച്ചറിഞ്ഞു. കാസ്റ്റിലോ had a firm grip around Caraballo's neck. അപ്പോൾ എന്താ? കാരാബെല്ലോയുടെ കഴുത്തിൽ മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു ആര്? കാസ്റ്റിലോ. Caraballo, who had been on watch when the accident occurred. അപകടമുണ്ടായപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കരാബലോ എന്ത് ധരിച്ചിട്ടുണ്ടായിരുന്നു? Who had been on watch when the accident occurred was wearing his life jacket. അപകടം നടന്ന സമയത്ത് ആര് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു? കരാബലോ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ധരിച്ചിട്ടുണ്ടായിരുന്നു? ലൈഫ് ജാക്കറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു. He yelled. എന്താണ്? അദ്ദേഹം വിളിച്ചു പറഞ്ഞു. എന്താണ്? ഹോൾഡ് ഓൺ ടൈറ്റ് കാസ്റ്റിലോ. കാസ്റ്റിലോ ഹോൾഡ് ഓൺ ടൈറ്റ്, മുറുകി പിടിച്ചോളൂ. They floated amid the scattered cargo about 10 meters away. അപ്പോൾ അവരെങ്ങോട്ട് പോയി? ഏതാണ്ട് 10 മീറ്റർ അകലെ ചിതറിക്കിടക്കുന്ന കാർഗോ ഇല്ലേ, അതിൻ്റെ ഇടയിലേക്ക് അവരൊരു 10 മീറ്റർ ഒഴുകി നടന്നു. On the other side was Luis Rengifo, trying to stay above water with his headphones aloft in his right hand. He had stripped off his shirt so that he could swim better, but he had lost his life jacket. Even if I had not seen him, I would have recognized this, his cry. Faster, paddle over here. On the other side was Luis Rengifo. അപ്പോൾ എന്താ? അതിൻ്റെ മറുവശത്ത് ആരുണ്ടായിരുന്നു? റെഞ്ചിഫോ ഉണ്ടായിരുന്നു. Trying to stay above water. എന്ത് ചെയ്യാൻ ശ്രമിച്ചിരുന്നു? അയാൾ വാട്ടറിൻ്റെ മുകളിലായിട്ട് സ്റ്റേ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ശ്രമിച്ചിരുന്നത്? വിത്ത് ഹിസ് ഹെഡ്ഫോൺസ് അലോഫ്റ്റ് ഇൻ ഹിസ് റൈറ്റ് ഹാൻഡ്. എങ്ങനെയായിരുന്നു? അയാളുടെ ഹെഡ്ഫോണുകൾ വലത് കയ്യിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അയാൾ അവിടെ നിലനിൽക്കാനായിട്ട് ശ്രമിക്കുന്നത്. He had stripped off his shirt. എന്താണ്? അയാൾ എന്ത് ഊരി മാറ്റിയിരുന്നു? അയാളുടെ ഷർട്ട് ഊരി മാറ്റിയിരുന്നു. എന്തിനാ കാര്യം? അത് വന്ന് ദേഹത്ത് ഉരസിയിട്ട് അയാൾക്ക് നീന്തൽ കുറച്ച് ബുദ്ധിമുട്ടാവുന്നു. അപ്പം പെട്ടെന്ന് നീന്താം, അനായാസമായിട്ട് നീന്താം എന്നുള്ളത് കൊണ്ട് ഷർട്ട് അദ്ദേഹം അങ്ങ് ഊരി മാറ്റി. He had stripped off his shirt so that he could swim better, but he had lost his life jacket. പക്ഷേ അയാൾക്ക് എന്ത് നഷ്ടപ്പെട്ടിരുന്നു? ലൈഫ് ജാക്കറ്റും നഷ്ടപ്പെട്ടിരുന്നു. Even if I had not seen him, I would have recognized his cry. Faster, paddle over here. എന്താണ്? Even if I had not seen him, ഞാൻ അയാളെ കണ്ടില്ലെങ്കിലും എന്തുണ്ടായിരുന്നു? I would have recognized his cry. അയാളുടെ ക്രൈ, കരച്ചിലെന്നല്ല, വിളി എന്ന അർത്ഥം. ഹിസ് ക്രൈ, അയാളുടെ ആ വിളി ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. ഫാസ്റ്റോ പാഡിൽ ഓവർ ഹിയർ. എന്താണ്? തടിയ, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ആ ഒരു വിളി ഞാൻ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അടുത്തത് 5th പാരഗ്രാഫ്.
I quickly grabbed on the oars and tried to get closer to the men. Carabello, with Castillo clinging to his neck, neared the raft. Much farther away, looking small and desolate, was the fourth of my mates, Ramon Herrera, who was waving at me while he held on to a crate. I quickly grabbed on the oars and tried to get closer to the men. ഞാൻ എന്താണ് പെട്ടെന്ന് തുഴയുണ്ട്, എന്താ ഓർ എന്ന് പറഞ്ഞ പങ്കായം തുഴ, അതെടുത്തുകൊണ്ട് അവരുടെ അടുത്തേക്ക് നീന്താനായിട്ട് ഞാൻ ശ്രമിച്ചു. കാരബെലോ വിത്ത് കാസ്റ്റിലോ ക്ലിങ്ങിങ് ടു ഹിസ് നെക്ക്. അപ്പോൾ കാരബെലോ ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിൻ്റെ തോളത്ത് ആരുണ്ട്? കാസ്റ്റലോ ഉണ്ട് അല്ലേ. കാസ്റ്റലോ എന്ത് ചെയ്തിരിക്കുക? കാരബെലോയുടെ ആ കഴുത്ത് ഭാഗത്ത് പിടിച്ചിരിക്കുക അല്ലേ. കാരബെലോ വിത്ത് കാസ്റ്റിലോ ക്ലിങ്ങിങ് ടു ഹിസ് നെക്ക് നിയർ ദി റാഫ്റ്റ്. അവർ എന്തിൻ്റെ അടുത്താണ്? റാഫ്റ്റിൻ്റെ ചങ്ങാടത്തിൻ്റെ അടുത്ത് ആണ്. മച്ച് ഫാർദർ എവേ ലുക്കിംഗ് സ്മോൾ ആൻഡ് ഡെസലേറ്റ്. കുറച്ച് ദൂരെയായിട്ട് എന്താണ്? ഒറ്റപ്പെട്ട് ആരെ കണ്ടിട്ടുണ്ടായിരുന്നു? വാസ് ദ ഫോർത്ത് ഓഫ് മൈ മെയ്റ്റ്സ്. എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന നാലാമനെ ഞാൻ കണ്ടിരുന്നു. പേരെന്താണ്? റമൻ ഹെറേറ. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? റമൻ ഹെറേറ എന്നാണ്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്യായിരുന്നു? ഹൂ വാസ് വേവിങ് അറ്റ് മീ. നീന്തുകയായിരുന്നു. ഇവൻ്റെ കൂടെ തന്നെ നീന്തി അയാളും പോവുകയാണ്. വൈൽ ഹി ഹെൽഡ് ഓൺ ടു എ ക്രേറ്റ്. എന്തിലാണ് പിടിച്ചിരുന്ന? അയാളും ഒരു മരപ്പെട്ടിയിൽ പിടിച്ചുകൊണ്ട് നീന്തുകയായിരുന്നു. പേരെന്താണ്? റമൻ ഹെറേറ. അടുത്തത് 6th പാരഗ്രാഫ്. If I had to decide, I wouldn't have known which of my mates to go after first. But when I saw Herrera, the happy young man from Arjuna, who had been with me only a few moments before, I began to paddle furiously. If I had to decide, I wouldn't have known which of my mates to go after first. എന്താണ്? ആദ്യം ഏത് സുഹൃത്തിൻ്റെ അടുത്തേക്കാണ് പോകേണ്ടുന്നത് എന്ന് തീരുമാനിക്കേണ്ട ഒരു അവസരം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അത് സാധിക്കില്ല. ആരുടെ അടുത്തേട്ടാണ് ആദ്യം പോകേണ്ടതെന്ന് എനിക്ക് അറിയാൻ വയ്യായിരുന്നു. ബട്ട് വെൻ ഐ സോ ഹെറേര, പക്ഷേ ഞാൻ ആരെ കണ്ടപ്പോൾ? ഹെറേരയെ കണ്ടപ്പോൾ. ദ ഹാപ്പി യങ് മാൻ ഫ്രം അർജുന. എപ്പോഴും സന്തോഷവാനായിരിക്കുന്ന മനുഷ്യനാണ്. ഏത് സ്ഥലമാണ്? അർജുനയിൽ നിന്ന് ഉള്ള ആളാണ്. ഹൂ ഹാഡ് ബീൻ വിത്ത് മീ ഓൺലി എ ഫ്യൂ മൊമെന്റ്സ് ബിഫോർ. എന്താണ്? അയാൾ എന്തായിരുന്നു? എൻ്റെ കുറച്ച് മുമ്പ് വരെ എൻ്റെ കൂടെ സന്തോഷവാനായിട്ടുണ്ടായിരുന്ന ആളാണ്. ആരെന്ന് പറഞ്ഞത്? ഈ ഹെറേര എന്ന് പറയുന്നത്. ഐ ബിഗാൻ ടു പാഡിൽ ഫ്യൂരിയസ്ലി. അപ്പം ഞാൻ എന്താണ്? സർവ്വശക്തിയും എടുത്ത് അയാളുടെ അടുത്തേക്ക് തുഴയാനായിട്ട് തുടങ്ങി. ബട്ട് ദ ലൈഫ് ഡ്രാഫ്റ്റ് വാസ് ഓൾമോസ്റ്റ് 2 meters ലോങ്. പക്ഷേ ആ ചങ്ങാടം ഏകദേശം 2 meter അകലെയായിരുന്നു. ഇറ്റ് വാസ് വെരി ഹെവി ഇൻ ദാറ്റ് ലർച്ചിങ് സീ ആൻഡ് ഐ ഹാഡ് ടു റോ അഗൈൻസ്റ്റ് ദി വിൻഡ്. എന്താണ്? ശക്തമായിട്ട് ഇളകി മറിയുന്ന ആ സീയിലൂടെ പോകാനായിട്ട്, അതുപോലെ തന്നെ കാറ്റിന് എതിരെയായിട്ട് തുഴയണം. കാറ്റ് ഇങ്ങോട്ടാണ് അടിക്കുന്നത്, അപ്പം തിരിച്ച് അതിനെതിരെ തുഴയാനായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. I don't think I managed to advance more than a meter. എന്താണ്? 1 മീറ്ററിനപ്പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. Desperate, എന്താ? നിരാശനായിട്ട്. I looked around once more and saw that Herrera had disappeared. നിരാശനായിട്ട് ഞാൻ ഒന്നും കൂടി നോക്കിയപ്പോൾ എന്ത് കണ്ടു? ഹെറേര ഡിസപ്പിയർഡ് ആയി. ഹെറേരയെ കാണുന്നില്ല. ഓൺലി രഞ്ജിഫോ വാസ് സ്വിമ്മിങ് കോൺഫിഡൻ്റ്ലി ടുവേർഡ്സ് ദി റാഫ്റ്റ്. അപ്പം ഹെറേരയെ കാണുന്നില്ല, ഡിസപ്പിയർ ആയി. രഞ്ജിഫോ മാത്രമാണ് റാഫ്റ്റിന് നേർക്ക് കോൺഫിഡൻ്റ് ആയിട്ട്, എന്താണ്? ആത്മവിശ്വാസത്തോടു കൂടി നീന്തുന്നത്. ഐ വാസ് ഷുവർ ഹി വുഡ് മേക്ക് ഇറ്റ്. എനിക്ക് ഉറപ്പായിരുന്നു. എന്താണ്? മേക്ക് ഇറ്റ് എന്ന് വെച്ചാൽ എന്താ? അവിടെ എത്തിച്ചേരും, അതിൽ റീച്ച് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഐ ഹാഡ് ഹേർഡ് ഹിം സ്നോറിങ് ബിലോ മൈ ബങ്ക്. എന്താ? അദ്ദേഹം കൂർക്കം വലിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കപ്പലിൽ ഇവർക്ക് ഓരോരുത്തർക്കും അടുക്കി ഓരോ ബെഡില്ലേ, അതിൽ ഇദ്ദേഹത്തിൻ്റെ ബെഡിൻ്റെ അടിയിലാണ് ആര് കിടന്നിട്ടുള്ളത്? ഈ രഞ്ജിഫോ ഉള്ളത്. അപ്പോൾ അദ്ദേഹം കൂർക്കം വലിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആൻഡ് ഐ വാസ് കൺവിൻസ്ഡ് ദാറ്റ് ഹിസ് സെറനിറ്റി വാസ് സ്ട്രോങ്ങർ ദാൻ ദി സീ. പിന്നെ എന്താണ്? അദ്ദേഹത്തിൻ്റെ ശാന്തത കടലിൻ്റെ ശാന്തതയേക്കാൾ ശക്തിയുള്ളതാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. എന്താണ്? ഭയങ്കര ശാന്തനാണ്, കൂളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ശാന്തത കടലും ശാന്തമാണല്ലേ, പെട്ടെന്ന് പ്രക്ഷുബ്ധമാവും, അല്ലെങ്കിൽ കടൽ ശാന്തം തന്നെയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ശാന്തത കടലിൻ്റെ ശാന്തതയെക്കാളും ശക്തിയുള്ളതാണ് എന്നെനിക്ക് തോന്നി. ഇൻ കോൺട്രാസ്റ്റ്, Carabello was struggling with the Castillo so that Castillo wouldn't let go of his neck. They were less than 3 meters away. I figured that if they got just a little closer, I could hold on and
out an oar for them to grab. But at that moment, a gigantic wave lifted the raft, and from the top of the huge crest, I could see the mast of the small ship heading away from me. എന്താണ് ഇൻ കോൺട്രാസ്റ്റ്, എന്താണ് മറുവശത്ത് ആരുണ്ടായിരുന്നു? കാരബലോ വാസ് സ്ട്രഗ്ലിംഗ് വിത്ത് കാസ്റ്റലോ. അപ്പൊ എന്താ, കാരബലോയും കാസ്റ്റലോയും ഇപ്പോഴും ഒരുമിച്ചാണല്ലേ, ഒരാളുടെ തോളത്ത് മറ്റേ ആൾ കഴുത്തിൽ പിടിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ അവരത് ഭയങ്കര സ്ട്രഗിൾ ചെയ്യായിരുന്നു. ഇൻ കോൺട്രാസ്റ്റ്, കാരബലോ വാസ് സ്ട്രഗ്ലിംഗ് വിത്ത് കാസ്റ്റലോ സോ ദാറ്റ് കാസ്റ്റലോ വുഡന്റ് ലെറ്റ് ഗോ ഓഫ് ഹിസ് നെക്ക്. എന്താ, കാസ്റ്റലോ അദ്ദേഹത്തിന്റെ നെക്കിൽ നിന്നും വിട്ടു പോവാതിരിക്കാനായിട്ട് ആര് ശ്രമിക്കുന്നുണ്ട്? കാരബല്ലോ ശ്രമിക്കുന്നുണ്ട്. ദേ വേർ ലെസ് ദാൻ 3 meters away. ഏകദേശം 3 മീറ്റർ ദൂരമേ അവർക്ക് ഏതുമായിട്ടുള്ളൂ? റാഫ്റ്റുമായിട്ട് ഉള്ളൂ. ഐ ഫിഗേർഡ് ദാറ്റ് ഇഫ് ദേ ഗോട്ട് ജസ്റ്റ് എ ലിറ്റിൽ ക്ലോസർ, അവർ കുറച്ചും കൂടി അടുത്തെത്തിയിരുന്നെങ്കിൽ ഐ കുഡ് ഹോൾഡ് ഔട്ട് ആൻ ഓർ ഫോർ ദം ടു ഗ്രാബ്, അവർക്ക് പിടിച്ചു കയറാനായിട്ട് എന്ത് കൊടുക്കാമായിരുന്നു? ഒരു ഓർ, ഒരു തുഴ അങ്ങോട്ട് കൊടുക്കാമായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. ബട്ട് അറ്റ് ദാറ്റ് മൊമെന്റ് എ ജൈജാന്റിക് വേവ് ലിഫ്റ്റഡ് ദി റാഫ്റ്റ്. ആ സമയത്ത് ജൈജാന്റിക്, വലിയ ഒരു വേവ്, തിരമാല വന്നിട്ട് റാഫ്റ്റിനെ ലിഫ്റ്റ് ചെയ്ത് ഉയർത്തിക്കൊണ്ട് പോയി. ബട്ട് അറ്റ് ദ മൊമെന്റ് a gigantic wave lifted the raft, and from the top of the huge crest I could see the mast of the small ship heading away from me. And from the top of the huge crest, തിരമാലയുടെ ആ മുകൾ ഭാഗത്ത് ഇരുന്നു കൊണ്ട് എനിക്ക് എന്ത് കാണാൻ പറ്റി? And from the top of the huge crest I could see, എനിക്ക് എന്ത് കാണാൻ പറ്റി? ആ ചെറിയ ഒരു പായ്മരം എന്ത് ചെയ്യാൻ പോകുന്നു? ഹെഡിങ് അവേ ഫ്രം, എൻ്റെ അടുത്ത് നിന്നും അകന്നു പോകുന്നതായിട്ട് എനിക്ക് കാണാനായിട്ട് പറ്റി. When I came down again, Carabello had vanished with the Castello hanging on to his neck. എന്താണ്, അദ്ദേഹം മുകളിലല്ലേ താഴേക്ക് വന്ന സമയത്ത് എന്ത് കണ്ടു? കാരബലോയെ വാനിഷായി, കാണാനില്ല. ആരെയും അപ്പം കാണാനില്ല? കാസ്റ്റലോയെയും കാണാനില്ല. Alone 2 meters away, Rengifo was still swimming calmly towards the raft. എന്താണ്, 2 മീറ്റർ അകലെ ആര്? റെഞ്ചിഫോ. നേരത്തെ പറഞ്ഞില്ലേ, റെഞ്ചിഫോ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോഴും വളരെ കാമായിട്ട് നീന്തുന്നു. എന്തിനു നേർക്ക്? ചങ്ങാടത്തിന് നേർക്ക് നീന്തുന്നു. I don't know why I did this absurd thing. Knowing I couldn't move forward, I put the oar in the water as though trying to prevent the raft from moving, trying to anchor it in place. Rengifo, exhausted, paused a moment, then raised his arm as he had when he held his headphones aloft and shouted again, "Fasto, row over here." I don't know why I did absurd thing. ഇത്രയും യുക്തിയില്ലാത്ത ഒരു കാര്യം എന്തുകൊണ്ട് ചെയ്തു എന്ന് ഞാൻ ആലോചിക്കുന്നു. Knowing I couldn't move forward, എനിക്ക് എന്തറിയാം? മുമ്പോട്ട് ഞാൻ പോവില്ല എന്ന് എനിക്കറിയാം. I put the oar in the water as though trying to prevent the raft from moving. നീങ്ങി പോകത്തില്ലെന്ന് അറിഞ്ഞിട്ടും ഞാൻ എന്ത് ചെയ്തിരുന്നു? തുഴയെടുത്ത് ഇങ്ങനെ പിടിച്ചിരുന്നു. എന്തിനാ? നീങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാനായിട്ട്. ട്രൈങ് ടു ആങ്കർ ഇറ്റ് ഇൻ പ്ലേസ്, എന്താ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ഒരിടത്ത് നിർത്താനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. Rengifo, exhausted, paused a moment, then raised his arm as he had when he held his headphones aloft and shouted again, "Fasto, row over here." Rengifo, exhausted, paused a moment, then raised his arm as he had when he held his headphones aloft and shouted again, "Fasto, row over here." അപ്പോൾ റെഞ്ചിഫോ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അപ്പോഴേക്കും ഒരുപാട് ക്ഷീണിതനായി. ഇനി എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കൈ നേരത്തെ ഹെഡ്ഫോൺ ഉയർത്തിപ്പിടിച്ചതുപോലെ ഇങ്ങനെ പിടിച്ചിരുന്നില്ലേ, അതുപോലെ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ എന്ത് പറയുകയാണ്? ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറയുകയായിരുന്നു. The wind, 9th paragraph. The wind was blowing from his direction. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷനിൽ നിന്നാണ് എന്ത് വന്നത്? വിൻഡ് വന്നത്. I yelled that I couldn't row against the wind. അപ്പം ഞാൻ എന്ത് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു? എനിക്ക് എന്ത് പറ്റുന്നില്ല? ഈ വിൻഡിനെതിരെ, കാറ്റിനെതിരെ നീന്താനായിട്ട് പറ്റുന്നില്ല. That he should make another try, but I felt he hadn't heard me. I yelled that I couldn't row against the wind. അപ്പം ഞാൻ എന്ത് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു? കാറ്റിനെതിരെ നീന്താനായിട്ട് എനിക്ക് പറ്റുന്നില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദാറ്റ് ഹീ ഷുഡ് മേക്ക് another try. അതുകൊണ്ട് ഒരു ശ്രമം കൂടി നടത്താനായിട്ട് ഞാൻ ആരടുത്ത് വിളിച്ച് പറഞ്ഞു? ഞാൻ റെഞ്ചിഫോ എടുത്ത് വിളിച്ച് പറഞ്ഞു. ബട്ട് ഐ ഫെൽറ്റ് ദാറ്റ് ഹി ഡിഡ്ന്റ് ഹേർഡ് മീ. പക്ഷേ അദ്ദേഹം എൻ്റെ പറച്ചിൽ കേട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. The crates of cargo had disappeared and the life raft danced from side to side. എന്താണ്?
ഈ കാർഗോയുടെ ആ മരപ്പെട്ടികളെല്ലാം എന്ത് ചെയ്തിരുന്നു? അപ്രത്യക്ഷമായിരുന്നു. അതുപോലെ തന്നെ തിരമാലകൾ കൊണ്ട് കുറേ ജീവൻ രക്ഷ ചങ്ങാടങ്ങളൊക്കെ തകർന്നു പോയില്ലേ? അപ്പം അതൊക്കെ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടാനായിട്ട് തുടങ്ങി. Battered by the waves. In an instant, I was 5 meters away from Rengifo and had lost sight of him. അപ്പം എന്താണ്? ആ രഞ്ജിഫോയിൽ നിന്നും എത്ര ദൂരം അകലെ? 5 മീറ്റർ അകലെ ആയപ്പോഴേക്കും ആ രഞ്ജിഫോ എന്ന് പറഞ്ഞ വ്യക്തിയെ കാണാതെയായി. ബട്ട് ഹി അപ്പിയർഡ് ഇൻ അനദർ സ്പോട്ട്. പക്ഷേ വേറൊരു സ്പോട്ടിൽ അദ്ദേഹം പെട്ടെന്ന് അപ്പിയർ ചെയ്തു. സ്റ്റിൽ നോട്ട് പാനിക്കിംഗ്, ഡക്കിംഗ് അണ്ടർ വാട്ടർ ടു പ്രിവെന്റ് ദ വേവ്സ് ഫ്രം സ്വീപ്പിംഗ് ഹിം അവേ. പക്ഷെ അയാൾക്ക് യാതൊരു പേടിയും ഇല്ലായിരുന്നു. പിന്നെന്താ, തിരമാലകൾ അദ്ദേഹത്തെ ദൂരോട്ട് കൊണ്ടുപോകാതിരിക്കാനായിട്ട് അദ്ദേഹം മുങ്ങിയതിന് ശേഷം വേറൊരു സ്ഥലത്ത് പൊങ്ങി. I stood up, holding out the oar, hoping Rengifo could get close enough to reach it. അപ്പം ഞാൻ എന്ത് ചെയ്തു? I stood up holding out the oar. ഞാൻ എന്താ ഉയർന്നിട്ട് എന്ത് ചെയ്തു? ഓർ അങ്ങോട്ട് നീട്ടിപ്പിടിച്ചു. എന്തിനാ? രഞ്ജിഫോയെ ആ ഓറിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അത് നീട്ടിപ്പിടിച്ചു. ബട്ട് ദെൻ ഐ കുഡ് സീ ഹി വാസ് ടയറിങ്, ലൂസിങ് ഹാർട്ട്. പക്ഷേ ആ സമയത്ത് അയാൾ എന്ത് പറഞ്ഞിരുന്നു? അയാൾ ഭയങ്കര ക്ഷീണിതനായിരുന്നു. അതുപോലെ തന്നെ ധൈര്യം നഷ്ടപ്പെട്ട രീതിയിൽ അയാൾ എന്ത് ചെയ്തു? ഹി കോൾഡ് ടു മീ അഗൈൻ. എന്നെ വീണ്ടും വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? സിങ്കിങ്, മുങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് എന്താ പറഞ്ഞ? ഫാസ്റ്റോ ഫാസ്റ്റോ എന്നിങ്ങനെ വിളിച്ച് പറഞ്ഞു. അടുത്തത് പാരഗ്രാഫ് 10. I tried to row, but it was as hopeless as the first time. ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി? നീന്താനായിട്ട് ശ്രമിച്ചു. നേരത്തെ ആദ്യത്തെ പോലെ തന്നെ ഒരു ഹോപ്പുമില്ല, പ്രതീക്ഷയില്ലാത്ത പോലെ ആയിരുന്നു. I made a last try so that Rengifo could reach the oar, but the raised hand, which a few minutes earlier had been trying to keep the headphones from singing, sank forever, less than 2 meters from the oar. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ ശ്രമിച്ചു? ആദ്യത്തെ പോലെ തന്നെ നിരാശയായിരുന്നു ഞാൻ തുഴയാൻ ശ്രമിച്ചപ്പോഴേക്കും. ഇനി ഞാൻ എന്ത് ചെയ്തു? രഞ്ജിഫോയ്ക്ക് പിടിക്കാൻ വേണ്ടി ഞാൻ ഒരു പ്രാവശ്യം കൂടി ഒരു ശ്രമം നടത്തി. ഞാൻ എന്ത് ചെയ്തു? ഓറ് തുഴ അദ്ദേഹത്തിന് നേർക്ക് നീട്ടി. പക്ഷേ ഹെഡ്ഫോൺ മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കൈ ഉയർത്തി പിടിച്ചിരുന്നില്ലേ? ആ കൈ എന്ത് ചെയ്യാൻ തുടങ്ങി? തുഴയിൽ നിന്നും അയാൾ നീട്ടിപ്പിടിച്ച് അവിടെ നിന്നും 2 മീറ്റർ അകലെയായിട്ട് ആ കൈ എന്നേക്കുമായി അങ്ങ് താന്നുപോയി, മുങ്ങിപ്പോയി. അയാൾ കടലിനടിയിലായി. അടുത്തത് 11th പാരഗ്രാഫ്. I don't know how long I stayed like that, balancing in the life raft, holding out the oar. അപ്പം എന്താ? I don't know how long I stayed like that. എനിക്ക് എന്താ ഇത്രയും സമയം ഞാൻ എങ്ങനെയാണ് അങ്ങനെ സ്റ്റേ ചെയ്തത്, അതുപോലെ സ്റ്റേ ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. ബാലൻസിങ് ഇൻ ദ ലൈഫ് റാഫ്റ്റ്, ഹോൾഡിങ് ഔട്ട് ദി ഓർ. ആ ലൈഫ് റാഫ്റ്റ്, ആ ചങ്ങാടം ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു കൈ കൊണ്ട് ഓറും നീട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ കുറച്ച് സമയം അങ്ങനെ നിന്നത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. I kept searching the water, hoping that someone would surface soon. അപ്പം ഞാൻ എന്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ കടലിന് ചുറ്റും ഇങ്ങനെ മുകളിലേക്ക് നോക്കും, എന്താ എവിടെയെങ്കിലും ആരെങ്കിലെയും കാണാനായിട്ട് പറ്റും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ബട്ട് ദ സീ വാസ് ക്ലിയർ ആൻഡ് ദ വിൻഡ് ഗെറ്റിംഗ് സ്ട്രോങ്ങർ. പക്ഷേ സീ ക്ലിയർ ആയിരുന്നു, പിന്നെ വിൻഡ് ശക്തമായിക്കൊണ്ടിരുന്നു. ബ്ലൂ അഗൻസ്റ്റ് മൈ ഷർട്ട് ലൈക്ക് ദി ഹോൾ ഓഫ് എ ഡോഗ്. അപ്പം എന്താ? ശക്തിയേറിയ ഒരു കാറ്റ് എന്തുപോലെ വന്ന് പിടിച്ചു? പട്ടിയുടെ ഓരിയിടുന്ന ശബ്ദമില്ലേ? ഓരിയിടുന്ന ശബ്ദത്തോടെ എൻ്റെ ഷർട്ടിൽ ഇങ്ങനെ വന്ന് തട്ടിക്കൊണ്ടേയിരുന്നു. ദി കാർഗോ ഹാഡ് ഡിസപ്പിയർഡ്. എന്താണ്? അവിടുത്തെ ആ ചരക്കുകളെല്ലാം അവിടെ നിന്ന് ഡിസപ്പിയർഡ് ആയി. ദ മാസ്റ്റ് ഗ്രോയിങ് മോർ ഡിസ്റ്റിങ്ക്റ്റ് പ്രൂവ്ഡ് ദാറ്റ് ദ സ്മോൾ ഷിപ്പ് ഹാഡ് ഇൻ സങ്ക് as I had first thought. I felt calm. I thought that one of my mates had managed to reach the other life raft. എന്താണ്? ഒരു പായ്മരം അദ്ദേഹം അവിടെ കണ്ടില്ലേ? വ്യക്തമായിട്ട് അദ്ദേഹം കണ്ടിരുന്ന ആ പായ്മരം മുഴുവൻ മുങ്ങിയിട്ടില്ല എന്ന് അദ്ദേഹം ആദ്യം ചിന്തിച്ചത് ശരിയാണ് എന്ന് തെളിയിച്ചു. പിന്നെന്താണ്? അദ്ദേഹത്തിൻ്റെ മനസ്സ് എങ്ങനെയായി മാറി? കാമായി. ഐ ഫെൽറ്റ് കാം. ഞാൻ ശാന്തനായി. ഐ തോട്ട് ദാറ്റ് വൺ ഓഫ് മൈ മേറ്റ്സ് had managed to reach the other life raft. അപ്പം എന്താണ്? എൻ്റെ സുഹൃത്തുക്കളിൽ ആർക്കെങ്കിലും ഒരാൾ മറ്റേ ലൈഫ് റാഫ്റ്റിനകത്ത്, എന്താ ചങ്ങാടത്തിനകത്ത് കയറി പറ്റാൻ കഴിഞ്ഞു കാണും എന്ന് ഞാൻ വിചാരിച്ചു. അടുത്തത് പാരഗ്രാഫ് 12. There was no reason they shouldn't have reached it. The rafts were not provisioned. In fact, none of the life rafts of the small ship was outfitted. But there were 6 of them apart from the rowboats and the whalers.
It was reasonable to believe that some of my mates had reached the other's life rafts as I had reached mine, and perhaps the destroyer was searching for us. There was no reason they shouldn't have reached it. അവർ അതിൽ എത്തിച്ചേരാതിരിക്കാനുള്ള ഒരു സാഹചര്യവും നമുക്ക് പറയാൻ പറ്റില്ല. The rafts were not provisioned. In fact, none of the life rafts of the small ship was outfitted. എന്താണ് സജ്ജമായിരുന്ന ഒരു ലൈഫ് റാഫ്റ്റും അതിനകത്ത് സുസജ്ജമായി ഒരു ലൈഫ് റാഫ്റ്റ് പോലും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അതുപോലെ അതിനകത്ത് ആവശ്യത്തിനുള്ള ഭക്ഷണ സാമഗ്രികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെന്താണ് അതിനകത്ത് പറഞ്ഞിരുന്നത്? But there was 6 of them. പക്ഷേ അതിനകത്ത് എത്ര എണ്ണം? 6 എണ്ണം. അപ്പാർട്ട് ഫ്രം ദി റോബോട്ട്സ് ആൻഡ് ദി വെയിലേഴ്സ്. എന്താണ് വള്ളങ്ങളും തിമിംഗല വേട്ടയ്ക്കുണ്ടായിരുന്ന കപ്പലുകളും കൂടാതെ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 6 എണ്ണം അവിടെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് റീസണബിൾ ടു ബിലീവ് ദാറ്റ് സം ഓഫ് മൈ മേറ്റ്സ് ഹാഡ് റീച്ച് ദ അതർ ലൈഫ് റാഫ്റ്റ്സ്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് വിചാരിക്കുന്നത്? ആ 6 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ എൻ്റെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഒരാൾ അതിനകത്ത് കയറി പറ്റി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. As I had reached mine. ഞാൻ ഒരെണ്ണത്തിൽ കയറി പറ്റിയില്ലേ, അതുപോലെ വേറെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ മേറ്റ്സ് ആരെങ്കിലും ഒരാൾ കയറി പറ്റിയിട്ടുണ്ടാകും എന്ന് ഞാൻ അതുകൊണ്ടാണ് വിചാരിക്കുന്നത്. It was reasonable to believe that some of my mates had reached the other life rafts as I had reached mine, and perhaps the destroyer was searching for us. അപ്പം എന്താ, ഞാൻ ഒരെണ്ണത്തിൽ കയറി പറ്റിയില്ലേ, അതുപോലെ മറ്റുള്ളവർ ആരെങ്കിലും ഒരാൾ, വേറെ 6 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലേതെങ്കിലും ഒരെണ്ണത്തിൽ കയറി പറ്റിയിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. Very soon I was aware of the sun, a midday sun, hot and metallic, stupefied, not fully recovered. I looked at my watch. It was noon on the dot. അപ്പം എന്താണ് ആ സമയത്ത് നിന്നും എന്തോ അവസ്ഥ, മന്ദീഭവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണല്ലേ. അവിടെ നിന്നും എന്താണ് ഞാൻ എന്തിൽ നോക്കാൻ തുടങ്ങി? എൻ്റെ വാച്ചിലേക്ക് നോക്കാൻ തുടങ്ങി. സമയം എത്രയായിരുന്നു? നട്ടുച്ച സമയം. എത്ര? 12 മണി. കറക്റ്റ് 12 മണിയായിരുന്നു അത്. സൂര്യൻ എങ്ങനെയായിരുന്നു ആ സമയത്ത്? നല്ല മെറ്റാലിക് ആയിരുന്നു, ചുട്ടു പഴുത്തതുപോലെ ഇരുന്ന അവസ്ഥയിലാണ് സൂര്യൻ ഉണ്ടായിരുന്നത്. അപ്പം ആ സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ആ ക്ഷീണത്തിൻ്റെ ഇടയിൽ ഞാൻ എന്തിൽ നോക്കാൻ തുടങ്ങി? വാച്ചിൽ നോക്കി. എത്ര മണി കാണിച്ചു? 12 മണി കാണിച്ചു. The last time Renjifo had asked me the time on the small ship, it was 11:30. അപ്പോൾ എന്താണ്, നേരത്തെ കുറച്ച് മുമ്പ് എത്ര മണിക്ക്? 11:30 ഷിപ്പിൽ വെച്ച് എൻ്റെ അടുത്ത് രഞ്ജിഫോ സമയം ചോദിച്ചിരുന്നു. അപ്പോഴെത്ര മണിയായിരുന്നു? 11:30. ഇപ്പോൾ 12. I had checked the time again and the disaster had not yet occurred. അപ്പോൾ എന്താ, I had checked the time again. ഞാൻ ഒരു പ്രാവശ്യം കൂടി സമയം നോക്കി. And the disaster had not yet occurred. ആ സമയത്ത് ആ അപകടം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ല. When I looked at my watch on the life raft, it was exactly noon. അപ്പം ലൈഫ് റാഫ്റ്റിൽ വെച്ച് ഞാൻ ഒരു പ്രാവശ്യം കൂടി വാച്ച് നോക്കിയപ്പോൾ എത്ര ആയിരുന്നു? എക്സാക്ട്ലി noon എന്ന് പറഞ്ഞാൽ 12 മണി. It had taken only 10 minutes for everything to happen. എന്താ, ഇതെല്ലാം സംഭവിക്കാൻ എത്ര സമയം എടുത്തുള്ളൂ? 10 മിനിറ്റേ എടുത്തുള്ളൂ. For me to reach the life raft and try to secure my shipmates and stand motionless in the raft, searching the empty sea, listening to the sharp howl of the wind, I thought it would take them at least 2 or 3 hours to rescue me. അപ്പോൾ എന്തൊക്കെ സംഭവങ്ങളാണ് അവിടെ നടന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇതെല്ലാം നടക്കാൻ 10 മിനിറ്റേ എടുത്തിട്ടുള്ളൂ എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ഏതൊക്കെയാണ് സംഭവങ്ങൾ? It had taken only 10 minutes for everything to happen. ആ എവരിത്തിങ് എന്തൊക്കെയാണ്? For me to reach the life raft. In the life raft ഞാൻ എത്തിപ്പെട്ടു. അതുപോലെ തന്നെ try to rescue my shipmates. എൻ്റെ ഷിപ്പ്മേറ്റ്സിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. And stand motionless in the raft. അനങ്ങാത്ത രീതിയിൽ എവിടെ ആ റാഫ്റ്റിൽ നിന്നത്. Searching the empty sea. എന്താണ്, എംറ്റി ആയിട്ടുള്ള സീയുടെ മുകളിൽ കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നാം സെർച്ച് ചെയ്യുന്നു. Listening to the sharp howl of the wind. വിൻഡിൻ്റെ ആ ചൂളം വിളി ശ്രദ്ധിക്കുന്നത്. I thought it would take them at least 2 or 3 hours to rescue me. ഞാൻ എന്താണ് വിചാരിച്ചിരുന്നത്? ഏകദേശം 2-3 മണിക്കൂറെങ്കിലും രക്ഷപ്പെടുത്താൻ എടുത്തു കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അടുത്തത് 14th പാരഗ്രാഫ്. 2 or 3 hours I calculated. 2-3 മണിക്കൂർ ഞാൻ കൂട്ടി. It seemed an extraordinary long time to be alone at sea. എന്താണ്, ഒരിക്കലും ഒറ്റയ്ക്ക് 2-3 മണിക്കൂർ ഒരു കടലിൽ വന്നിരിക്കുക എന്ന് പറയുന്നത് എന്താണ്, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു കാര്യമാണ്, സാധാരണ നടക്കാത്തൊരു കാര്യമാണ്. But I tried to resign myself to it. പക്ഷെ ഞാൻ എന്ത് ചെയ്തിരുന്നു? ഞാനത് സഹിക്കുവാനായിട്ട് ഞാൻ ശ്രമിച്ചു.
I had no food or water, and by 3 in the afternoon I would surely have a searing thirst. എന്താണ് അവിടെ എനിക്ക് എന്തുണ്ടായിരുന്നില്ല, ഭക്ഷണമോ വെള്ളമോ ഇല്ലായിരുന്നു. 3 മണിയാകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റാത്ത ദാഹം എനിക്ക് അനുഭവപ്പെട്ടു. The sun burned my head and my skin. എൻ്റെ തലയും എല്ലാം എന്ത് ചൂടാക്കാൻ തുടങ്ങി, സൂര്യൻ എൻ്റെ തലയൊക്കെ ചൂടാക്കാനായിട്ട് തുടങ്ങി, എൻ്റെ സ്കിന്നും എൻ്റെ ഹെഡും ചൂടാക്കാനായിട്ട് തുടങ്ങി. വിച്ച് വാസ് ഡ്രൈ ആൻഡ് ഹാർഡൻഡ് ബൈ സോൾട്ട്. അതെങ്ങനെയാണ് എൻ്റെ സ്കിന്നും ഹെഡും ഒക്കെ ഉപ്പ് കാരണം ഉണങ്ങി പിടിച്ചു പോയി, കട്ടയായി പോയ അവസ്ഥയായിരുന്നു. സിൻസ് ഐ ഹാഡ് ലോസ്റ്റ് മൈ ക്യാപ്പ്. എനിക്ക് എന്ത് നഷ്ടപ്പെട്ടിരുന്നു, എൻ്റെ തൊപ്പി നഷ്ടപ്പെട്ടിരുന്നു. ഐ സ്പ്ലാഷ്ഡ് വാട്ടർ ഓൺ മൈ ഹെഡ് ആൻഡ് ഐ ജസ്റ്റ് സാറ്റ് ഓൺ ദ സൈഡ് ഓഫ് ദി റാഫ്റ്റ് വെയിറ്റിംഗ് ടു ബി റെസ്ക്യൂഡ്. അപ്പം ഞാൻ തൊപ്പി നഷ്ടപ്പെട്ടു പോയി. തലയിലേക്ക് അദ്ദേഹം എന്ത് കോരി ഒഴിക്കാൻ തുടങ്ങി, വെള്ളം കോരി ഒഴിക്കാനായിട്ട് തുടങ്ങി. പിന്നെ എന്ത് പ്രതീക്ഷിച്ചിരുന്നു, ആരെങ്കിലും റെസ്ക്യൂ ചെയ്യാൻ, രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വരുമോ എന്ന് നോക്കി അവിടെ ഇരുന്നു. ഇറ്റ് വാസ് ഓൺലി ദെൻ ദാറ്റ് ഐ ഫെൽറ്റ് ദ പെയിൻ ഇൻ മൈ റൈറ്റ് നീ. ആ സമയത്ത് മാത്രമാണ് എൻ്റെ വലത്തെ കാൽമുട്ടിൻ്റെ ഭാഗത്ത് ഒരു വേദന എനിക്ക് അനുഭവപ്പെട്ടത്. The thick blue drill fabric of my trouser leg was wet, so I had a hard time rolling it up. But when I did, I was startled. I saw a deep half-moon-shaped wound on the lower part of my knee. അപ്പോൾ ട്രൗസറിൻ്റെ തുണി കട്ടിയുള്ളതായതുകൊണ്ട് അയാൾ എന്ത് ചെയ്തിരുന്നു, അതിനെ ചുരുട്ടി മുകളിലേക്ക് കയറ്റാൻ ഒരുപാട് പാടുപെട്ടു. വേദന എടുക്കുന്നത് എവിടെയാണ്, മുട്ടിൻ്റെ ഭാഗത്താണ്. അപ്പം ട്രൗസർ പൊക്കി മുകളിലോട്ട് വെച്ചാലല്ലേ മുറിവ് എന്താണ് അല്ലെങ്കിൽ വേദന എന്താണെന്ന് അദ്ദേഹത്തിന് കാണാനായിട്ട് പറ്റൂ. അപ്പം അദ്ദേഹം അങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. മുട്ടിൻ്റെ താഴെ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ എന്തുണ്ടായിരുന്നു, ഒരു മുറിവുണ്ടായിരുന്നു. I didn't know if I had gashed it on the side of the ship or if it had happened when I hit the water. ഷിപ്പിൽ വെച്ച് എവിടെയെങ്കിലും തട്ടി മുറിഞ്ഞതാണോ അതോ ഞാൻ വെള്ളത്തിലേക്ക് ചാടി ആ വെള്ളത്തിൽ വീണ സമയത്ത് എന്തെങ്കിലും മുറിഞ്ഞതാണോ എന്നൊന്നും എനിക്ക് അറിയില്ല. For I didn't notice it until I was seated in the life raft. ലൈഫ് റാഫ്റ്റിൽ കയറി ഇരിക്കുന്നിടം വരെ ഞാൻ അതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ടേ ഇല്ല. Though the wound burned a little, it had stopped bleeding and was completely dry because of the salt water I imagined. പക്ഷേ എന്തായിരുന്നു, ഉപ്പുവെള്ളമല്ലേ, സോൾട്ട് വാട്ടർ അല്ലേ, അപ്പം അതുകൊണ്ട് കുറച്ച് നീറ്റലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ബ്ലഡ് പോകുന്നത്, രക്തം പോകുന്നത് എന്ത് ചെയ്തു, നിന്ന് പോയിരുന്നു. അതുപോലെ തന്നെ ബ്ലഡ് പോയാലും കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഇങ്ങനെ നിൽക്കത്തില്ലേ അതിനകത്ത്, അതും ഒന്നും ഇല്ലായിരുന്നു. സോൾട്ട് വാട്ടറിലായതുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ ഊഹിച്ചു. അടുത്തത് ലാസ്റ്റ് പാരഗ്രാഫ്. Uncertain as to what to do, I decided to make an inventory of my belongings. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയമില്ലാതിരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു അന്വേഷണം നടത്താനായിട്ട് തീരുമാനിച്ചു. എൻ്റെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് എന്ന് നോക്കാനായിട്ട് ശ്രമിച്ചു. I wanted to figure out what I could count on in my solitude. എൻ്റെ ഏകാന്തമായ, സോളിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഏകാന്തത, എൻ്റെ ആ ഏകാന്തമായ ആ അവസ്ഥയിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്ന് ഞാൻ കൗണ്ട് ചെയ്യാനായിട്ട് തുടങ്ങി. I want to figure out what I could count on in my solitude at sea. അപ്പോൾ കടലിൻ്റെ ആ സമയം അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ എന്തൊക്കെയായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ബിലോങ്ങിങ്സ് എന്ന് ഓർക്കുക. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഐ കുഡ് റിലേ ഓൺ മൈ വാച്ച്. ആദ്യമേ എന്തായിരുന്നു, എൻ്റെ വാച്ചിൻ്റെ കാര്യം, കൃത്യമായ സമയം കാണിച്ചുകൊണ്ടിരുന്ന വാച്ചിനെ ആദ്യമേ അയാൾ വിശ്വസിച്ചു. വിച്ച് കെപ്റ്റ് പെർഫെക്റ്റ് ടൈം ആൻഡ് വിച്ച് ഐ കുഡിൻ സ്റ്റോപ്പ് ഗ്ലാൻസിങ് അറ്റ് എവറി 2 or 3 minutes. വാച്ചിൻ്റെ കാര്യം 2-3 മിനിറ്റ് ഇടവിട്ട് അയാൾ നോക്കിക്കൊണ്ടിരുന്നത് ആ വാച്ചിൽ. അപ്പം അത് കൃത്യമായിട്ടാണ് സമയം കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിനെ വിശ്വസിക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്തുണ്ടായിരുന്നു, ഇൻ അഡീഷൻ, അതുകൂടാതെ ഐ ഹാഡ് മൈ ഗോൾഡ് റിംഗ്, എൻ്റെ കയ്യിലൊരു സ്വർണ്ണ മോതിരം ഉണ്ടായിരുന്നു. വിച്ച് ഐ ഹാഡ് ബ്രോട്ട് ഇൻ കാർട്ടജീന ഇൻ ദ ഇയർ ബിഫോർ. കഴിഞ്ഞ വർഷം ഞാൻ എവിടെ നിന്ന് വാങ്ങിയതാണ്, കാർട്ടജീനയിൽ നിന്ന് വാങ്ങിയതാണ് ആ റിങ്. And a chain with a medal of the Virgin of Caraman on it, also purchased in Cartagena from another sailor for 35 pesos. A chain with a medal of the Virgin of Caraman on it. ഒരു വിശുദ്ധൻ്റെ കാർമനിലെ ഒരു വിശുദ്ധൻ്റെ രൂപം കൊണ്ടുണ്ടാക്കിയ ലോക്കറ്റ്, രൂപത്തിൻ്റെ ഒരു ലോക്കറ്റ് അടങ്ങിയ ഒരു മെഡൽ അടങ്ങിയ ഒരു ചെയിനും കൂടി അയാളുടെ കയ്യിലുണ്ടായിരുന്നു. അയാൾ അത് 35 പെസോയ്ക്ക് എവിടെ നിന്ന് വാങ്ങിയതാണ്, വേറൊരു സെയിലറുടെ കയ്യിൽ നിന്നും വാങ്ങിയതാണ്. In my pockets, I had nothing but the keys to my locker on the small ship and 3 business cards I had been given at a store in Mobile one day in January when I had gone out shopping. അപ്പോൾ എൻ്റെ കയ്യിൽ ഇനി എന്തുണ്ടായിരുന്നില്ല, ചെറിയ കപ്പലിലെ ആ
ചെറിയ കപ്പലിലെ എന്തുണ്ടായിരുന്നു, ലോക്കറിൻ്റെ ഒരു താക്കോൽ എന്താണ് ഇൻ മൈ പോക്കറ്റ്സ്, എൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഐ ഹാഡ് നത്തിങ്, വേറൊന്നും ഉണ്ടായിരുന്നില്ല. എന്തൊക്കെ ഉണ്ടായിരുന്നത്, ബട്ട് ദ കീസ് ടു മൈ ലോക്കർ, എൻ്റെ ലോക്കറിൻ്റെ കീ. എവിടുത്തെ, ഓൺ ദ സ്മോൾ ഷിപ്പിൽ എനിക്കൊരു ലോക്കറില്ലേ, ആ ലോക്കറിൻ്റെ കീ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ 3 ബിസിനസ് കാർഡ്സ്, എന്താണ് ബിസിനസ് കാർഡുകൾ, 3 ബിസിനസ് കാർഡ് ഉണ്ടായിരുന്നു. അത് എപ്പോഴത്തെയാണ്, ഐ ഹാഡ് ബീൻ ഗിവൺ അറ്റ് എ സ്റ്റോർ ഇൻ മൊബൈൽ ഓൺ ഡേ ഇൻ ജനുവരി. എൻ്റെ കയ്യിൽ എന്താണ് ഉണ്ടായിരുന്നത്, ഒരു സ്ഥലത്ത് പോയപ്പോൾ, മൊബൈലിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയപ്പോൾ അവിടെ വെച്ച് എനിക്ക് എന്ത് കിട്ടിയിരുന്നു, 3 ബിസിനസ് കാർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ 3 ബിസിനസ് കാർഡ്സ് ആണ് ഞാൻ എന്ത് ചെയ്തിരുന്നത്, വായിച്ചു കൊണ്ടേയിരുന്നത്. കാര്യം എന്താ, ഒറ്റയ്ക്ക് ഇത്രയും മണിക്കൂർ ഒരാൾ നമ്മളെ രക്ഷപ്പെടുത്താൻ റെസ്ക്യൂ ടീം വരുന്നിടം വരെ അവിടെ കുത്തിയിരിക്കണ്ടേ ഒറ്റയ്ക്ക്, അങ്ങനെ ഇരുന്ന് വിരസത അനുഭവിക്കേണ്ട എന്നുള്ളത് കൊണ്ട് ആ കാർഡ് ഇങ്ങനെ വായിച്ചു കൊണ്ടേയിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചു കൊണ്ടേയിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയാനുള്ളത്. കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള, കുറച്ചല്ല ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ്സ് ഉണ്ട്. കുറേ ന്യൂ വേർഡ്സ് നിങ്ങൾക്ക് ആദ്യമായിട്ട് കേൾക്കുന്നതുണ്ട്. അപ്പം നമുക്ക് തന്നെ കുറേ വേർഡ്സ് ഫെമിലിയർ അല്ല, അങ്ങനത്തെ വേർഡ്സ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുത്തതിന് ശേഷം, മീനിങ് എഴുതി വെച്ചതിന് ശേഷം മാത്രം വായിക്കാൻ തുടങ്ങിയാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മീനിങ് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഡിക്ഷണറിയുടെ സഹായത്തോടു കൂടി ആദ്യം ഇത് വായിക്കുന്ന സമയത്ത് ഒരു ഡിക്ഷണറി എടുത്ത് അടുത്ത് വെച്ചിട്ട് ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ്സ് അണ്ടർലൈൻ ചെയ്ത് പോവുക. അതിനുശേഷം ഡിക്ഷണറിയിൽ നിന്ന് ആ വേർഡ്സിൻ്റെ മീനിങ്ങും കൂടി എഴുതിയെടുത്ത് അതിനുശേഷം ഒരു പ്രാവശ്യം കൂടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവുമായിരിക്കാം. പക്ഷേ സ്വന്തമായിട്ട് വായിച്ച അർത്ഥം മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണെങ്കിലും ഒരു ഡിക്ഷണറിയുടെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ അറിയാവുന്ന ആരുടെയെങ്കിലും ഹെൽപ്പോടു കൂടിയോ നമ്മൾ തന്നെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കൂടി വായിച്ച അർത്ഥം മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ 8ാം ക്ലാസ്സിലേ ആയിട്ടുള്ളൂ. ഇപ്പോഴേ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൺസ് ലാംഗ്വേജിൽ എഴുതാനും പാരഗ്രാഫ് വായിച്ച് മീനിങ് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇതിൻ്റെ നോട്ട്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സോഷ്യലിൻ്റെ കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്, ഉടനെ തന്നെ സോഷ്യലിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. 4th ചാപ്റ്ററും 3rd ചാപ്റ്ററിൻ്റെ ബാലൻസും ഒട്ടും സമയം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് എടുക്കാൻ പറ്റാത്തത്. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആക്കി തന്നതിന് നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുന്നവരടുത്ത് എന്തുകൊണ്ടാണെന്നൊന്ന് മെൻഷൻ ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്യുക. പ്ലേലിസ്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെയും കാര്യം മറന്നു പോകരുത്. മറ്റ് ക്ലാസ്സുകളിലെ കുട്ടികൾ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ പേര് ഇൻഫോമർ എന്നുള്ള പേര് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുക, പ്രൊമോട്ട് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.